ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം 2 തിമോഥെയോസ് 2:11. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ തന്നെ എന്ന് തിമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിനും പാപത്തിനും മരിച്ചവനാണ്. പാപത്തിന് മരിച്ച വ്യക്തി യേശുക്രിസ്തുവിനോടുകൂടെ പുനരുത്ഥാനവും അനുഭവിക്കും. ദൈവത്തിന്റെ ശക്തിയാൽ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടുകൾ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ സഹായിക്കുന്നു. കർത്താവായ യേശുവിനോടുകൂടെ ഒരുവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഒരുവനെ സഹനത്തിലേക്ക് നടത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ യേശുവിനോട് കൂടെ വാഴുന്നു. യഥാർത്ഥമായ ദൈവതത്വ വിശ്വാസം എന്നത് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ജീവിച്ച് സഹിച്ച് അവനോടുകൂടെ വാഴുന്നതാണ്. വിശ്വാസിയുടെ സഹിഷ്ണുത കർത്താവിനോടുകൂടെ വാഴുന്നതിലേക്ക് നയിക്കുന്നത് പോലെ ക്രിസ്തുവിനെ നിഷേധിക്കുന്നു എങ്കിൽ ക്രിസ്തു നമ്മെ തള്ളിപ്പറയുക തന്നെ ചെയ്യും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കർത്താവിന് കഴിയുകയില്ല എന്നുള്ള വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ ലേഖനത്തിൽ ജീവിതത്തിൽ കർത്താവിൻ്റെ വിളിക്ക് വിശ്വസ്തത പുലർത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ വിശ്വാസം നിലനിർത്തുവാൻ ബുദ്ധിമുട്ടുന്നവർ അനേകരുണ്ട്. യേശുവിൽ താങ്കൾക്കുള്ള വിശ്വാസത്തെ മറ്റുള്ളവരും കുടുംബാംഗങ്ങളും പരിഹസിച്ചു എന്ന് വന്നേക്കാം. പലപ്പോഴും നിരാശയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ബലഹീനനാകരുത്, ഭയപ്പെടരുത്. ഈ ഇരുളിൻ്റെ അറ്റത്തൊരു വെളിച്ചം നോക്കായി കാത്തു നിൽക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അതെ, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.